ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 9ാമത്തെ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ 2 ഗസ്റ്റുകളായിരുന്നു സാബു മോനും ശ്വേതാ മേനോനും. ഇവർ രണ്ടുപേരും ആദ്യ ബിഗ് ബോസ് സീസണിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേരും സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന താരങ്ങളാണ്. ഒപ്പം ടെലിവിഷൻ രംഗത്തും മറ്റ് പല രംഗങ്ങളിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ സീനിയറായ 2 താരങ്ങളാണ്. ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾക്കൊപ്പം എത്തിയപ്പോൾ അവർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും നല്ല ഗെയിം സ്പിരിറ്റ് ഉള്ളവരും എന്നാൽ ഒട്ടും ഈഗോ ഇല്ലാത്തവരുമാണ് എന്നത് തന്നെയാണ്. ഇതിന് ഒത്തിരി ഉദാഹരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഇവർ ഈ വന്നു പോയ 1-2 ദിവസങ്ങൾക്കുള്ളിൽ വളരെ ഫണ്ണായി വളരെ സിമ്പിളായി മത്സരാർത്ഥികളോട് ചേർന്ന് മത്സരാർത്ഥികളിൽ ഒരാളായി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ശ്വേതയെയും സാബു മോനെയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. ടാസ്കുമായി ബന്ധപ്പെട്ട ചില സമയങ്ങളിലും ടാസ്കിൻ്റെതായ പ്രത്യേക ചില കാര്യങ്ങൾ ചെയ്യുന്നതൊഴിച്ചാൽ അവർ വളരെ സിമ്പിളായിട്ട് തന്നെ ആ വീട്ടിൽ നിന്നു. അവർ ഒരിക്കലും അവരുടെ തലക്കനം കാണിക്കുകയോ ഒന്നും ചെയ്യാൻ പോയില്ല. മറ്റൊരു കാര്യം, ഒട്ടും ഈഗോ ഇല്ലാത്ത പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ശ്വേതാ മേനോനെ കുറിച്ച് തന്നെ പറയാം. ശ്വേത ബിഗ് ബോസ് വീട്ടിലെ പവർ റൂമിൽ താമസിക്കണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ പവർ റൂമിൽ താമസിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞു. പവർ റൂം കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ അതിനകത്ത് കയറാൻ അനുവാദമില്ലെന്ന് പറഞ്ഞത് നിഷേധിച്ചിരുന്നു. ഒരു സാഹചര്യത്തിൽ അവസരം കിട്ടിയപ്പോൾ ശ്വേത പവർ റൂമിനുള്ളിൽ കടന്നിരുന്നു. അങ്ങനെ പവർ റൂമിനുള്ളിൽ കയറി അവിടെ കുറച്ച് സമയം ചിലവഴിച്ചപ്പോൾ പവർ ടീം അംഗങ്ങൾ പവർ റൂമിൽ കയറി വന്ന് ഇവിടെ അങ്ങനെ കയറാൻ അനുവാദമില്ല, അങ്ങനെ ചെയ്താൽ ചില ശിക്ഷകളൊക്കെയുണ്ട്, അതുകൊണ്ട് ശിക്ഷയായിട്ടൊരു പാട്ട് പാടണമെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായി വളരെ രസകരമായി ഒരു തമാശയോടുകൂടി ഒരു പാട്ടൊക്കെ പാടി അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന ശ്വേതയെ കാണാം. അതുമാത്രമല്ല ആ വീട്ടിലെ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തുന്ന റസ്മിനൊക്കെ ശരിക്കും ബോഡിയിൽ പിടിച്ച് തടയുന്നൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒന്നും അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്ന ശ്വേതയെ നമുക്കവിടെ കാണാം. അതേസമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴുള്ള മത്സരാർത്ഥികളോ മറ്റാരെങ്കിലും ഒക്കെ ആണെങ്കിലോ അതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. മറ്റൊരു ദിവസം ജിൻഡോ ശ്വേതയോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് വീട്ടിലെ ഡയമണ്ട് ശ്വേതാ മേനോൻ്റെ മുടി കെട്ടിവെച്ചിരിക്കുന്ന ആ ബണ്ണിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അങ്ങനെ ഒളിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുൻപിൽ സിമ്പിളായി ആ മുടി അഴിച്ച് അതിനുള്ളിൽ ഡയമണ്ട് ഒന്നുമില്ല എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ജിൻഡോയോട് പറയുന്നുണ്ട്, ജിൻഡോയുടെ കയ്യിലുള്ള ഡയമണ്ട് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ജിൻഡോ മസിൽ പിടിച്ച് ആ മസിൽ കാണിക്കുമ്പോൾ ഇവിടെയാണ് എൻ്റെ ആ ഡയമണ്ട് ഞാൻ ഇന്നലെ ഒളിപ്പിച്ചു വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സാബുമോൻ്റെ കാര്യം എടുത്താൽ സാബുമോൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാബുമോൻ പിന്നീട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, വീട്ടിലെ വൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാബുമോൻ ആ വീടിൻ്റെ ടോയ്ലറ്റ് ഏരിയയിൽ പൂപ്പലും മറ്റുമൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടെന്നും അതും അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ചെന്നും അതുപോലെ വേണം എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യിപ്പിച്ച് കിച്ചൺ ഏരിയ ഉൾപ്പെടെ ചില സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യിപ്പിച്ചതൊക്കെ നമ്മൾ ചിലത് കണ്ടു, ചിലത് അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അവസാന ദിവസം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുന്ന സമയത്ത് പലരും വീടിൻ്റെ പല സ്ഥലത്തും ഡയമണ്ട് എവിടെയാണെന്ന് അന്വേഷണം നടക്കുന്ന സമയത്ത് ഓരോരുത്തരും ഭക്ഷണം കഴിച്ച് അവരുടെ ഇഷ്ടത്തിന് തിരിച്ചു പോയപ്പോൾ ഡൈനിങ് ടേബിളിന് ചുറ്റും നിരത്തിയിട്ടിരിക്കുന്ന കസേരകളൊക്കെ പല ഓർഡറിലാണ് കിടക്കുന്നത്. ആ സമയത്ത് സാബുമോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാബു ഇരുന്ന ചെയർ തൊട്ട് ആ ടേബിളിന് ചുറ്റും നടന്ന എല്ലാ ചെയറുകളും എടുത്ത മര്യാദയ്ക്ക് വെച്ച് കൃത്യമായി ആ ഒരു ടേബിളിന് വൃത്തിയായി വെക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും ഒരു ഗസ്റ്റായിട്ട് വന്ന സാബുമോൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും എത്ര സിമ്പിളായിട്ടാണ് സാബു അത് ചെയ്യുന്നത്. സാബു അത് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ശ്വേതയും ശേഖരിക്കുന്ന അവസ്ഥയിൽ തന്നെ കൈയെത്തുന്ന 1-2 ചെയറൊക്കെ നേരെയാക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും ഇത് വീട്ടിൽ സ്ഥിരം താമസിക്കുന്ന വീട്ടിലെ മത്സരാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഇനി പവർ റൂമിൽ ഒരു ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ അത് കൂളായിട്ട് ശ്വേത സ്വീകരിക്കുമ്പോൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ പോലും പറ്റാത്ത മത്സരാർത്ഥികളെ കൂടി ഇതിനോടൊപ്പം ഒന്ന് ചിന്തിച്ചേ. അപ്പം അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും സീനിയറായിട്ട് നിൽക്കുന്ന ഈ താരങ്ങൾ എത്ര സിമ്പിളായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ. ശരിക്കും ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ വ്യക്തികളുടെ വ്യക്തിത്വങ്ങളുടെ വ്യത്യാസം ശരിക്കും ഈ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബിഗ് ബോസ് വീട്ടിൽ കണ്ടു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പറയൂ.